നമസ്കാരം. ആളുകളെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതാകുന്നത് നമ്മുടെ സംസ്ഥാനത്ത് പതിവാകുന്നു. ഇതിനു മുൻപ് നിരവധി പേരെയാണ് വിവിധ ജില്ലകളിൽ നിന്ന് കാണാതായത്. അവരെക്കുറിച്ച് പ്രത്യേകിച്ച് ഒരു വിവരവും ഈ ഒരു ആധുനിക സാങ്കേതിക വിദ്യ ഇത്രയും ഉയർന്നു നിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിലും കിട്ടിയില്ല എന്നത് തീർച്ചയായിട്ടും നമ്മുടെ അന്വേഷണ സംവിധാനങ്ങളുടെ പോരായ്മയായി തന്നെ ചൂണ്ടിക്കാട്ടപ്പെടുന്നു. ജൂൺ 7-ാം തീയതി രാത്രി 10 മണിക്ക് മുൻപായി ഒറ്റപ്പാലത്തെ വീട്ടിലെത്തുന്ന പി മുഹമ്മദ് അലി എന്ന അധ്യാപകൻ അന്ന് ഏറെ വൈകിട്ടും വീട്ടിൽ എത്തിയില്ല. പരിഭ്രാന്തരായ വീട്ടുകാർ അന്വേഷണം ആരംഭിച്ചു. ബന്ധുക്കളും പോലീസും സജീവമായി രംഗത്തിറങ്ങി. ഒടുവിൽ തമിഴ്നാട്ടിലെ സേലത്ത് അദ്ദേഹം ട്രെയിൻ ഇറങ്ങിയതായി 1 മാസത്തിന് ശേഷം കണ്ടെത്തി. എങ്കിലും മുഹമ്മദ് അലിയെ ഇന്നും കണ്ടെത്താനായിട്ടില്ല. അധ്യാപികയായ ഭാര്യ അൻസിയും 4 മക്കളും ഏറെ പ്രതീക്ഷയോടെ എല്ലാ വാതിലുകളും മുട്ടുകയാണ്. 11 വർഷമായി എറണാകുളം മട്ടാഞ്ചേരി പനയപ്പിള്ളി MMOVHSലെ അധ്യാപകനാണ് ഒറ്റപ്പാലം കോതക്കുറിശ്ശിയിലുള്ള തോട്ടുങ്ങൽ വീട്ടിൽ പി മുഹമ്മദ് അലി എന്ന 47 വയസ്സുകാരൻ. 8 വർഷം അദ്ദേഹം ലീവ് വേക്കൻസിയിലായിരുന്നു അധ്യാപകനായി സേവനമനുഷ്ഠിച്ചത്. കോവിഡിന് ശേഷം ജോലി സ്ഥിരമായി. താമസം തോപ്പുംപടിയിലുള്ള വാടക വീട്ടിൽ. വെള്ളിയാഴ്ച ക്ലാസ് കഴിഞ്ഞാൽ ഒറ്റപ്പാലത്തിന് പോവുകയും തിങ്കളാഴ്ച തിരിച്ചെത്തുകയുമാണ് അദ്ദേഹത്തിൻ്റെ പതിവ്. ജൂൺ 6-ന് വ്യാഴാഴ്ച രാത്രി പതിവ് പോലെ വീട്ടിലേക്ക് ഫോൺ ചെയ്തു എന്ന് പറയുന്നു ഭാര്യ അൻസിയ. പിറ്റേന്ന് വീട്ടിലെത്തേണ്ട മുഹമ്മദ് അലി പക്ഷേ എത്തിയില്ല. വീട്ടുകാർ തുടർച്ചയായി വിളിച്ചെങ്കിലും ഫോൺ ബെല്ലടിക്കുന്നതല്ലാതെ ആരും എടുക്കുന്നില്ല. പരിഭ്രാന്തരായ കുടുംബം ഇതോടെ അന്വേഷണം ആരംഭിച്ചു. അങ്ങനെയാണ് വെള്ളിയാഴ്ച സ്കൂളിൽ അധ്യാപകൻ എത്തിയിട്ടില്ല എന്നറിയുന്നത്. അൻസിയുടെ സഹോദരൻ ഇതിനിടെ എറണാകുളത്ത് എത്തി സ്കൂളിലെ PTA പ്രസിഡന്റിന് ഒപ്പം തോപ്പുംപടി പോലീസിൽ എത്തി പരാതി നൽകി. വാടക വീടിൻ്റെ ഉടമ അന്ന് രാവിലെ മുഹമ്മദ് അലി പുറത്തേക്ക് പോകുന്നത് കണ്ടിരുന്നു. സ്കൂളിൽ പോവുകയാണെന്നാണ് അദ്ദേഹം കരുതിയത്. വീട്ടിലെ CCTV ദൃശ്യങ്ങളിൽ മുഹമ്മദ് അലി രാവിലെ 7:15 പുറത്തേക്ക് പോകുന്നതും കുറച്ച് കഴിഞ്ഞ് തിരികെ വരുന്നതും കാണുന്നുണ്ട്. 2-ാം വട്ടം പുറത്തേക്ക് പോകുമ്പോൾ കയ്യിൽ കുടയുമുണ്ട്. മൊബൈൽ ഫോൺ, ATM കാർഡ് ഉൾപ്പെടെയുള്ളതെല്ലാം വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. മുറി പൂട്ടി താക്കോൽ ജനാലക്കരികിൽ വെച്ചിരുന്നു. CCTV ദൃശ്യങ്ങൾ പിന്തുടർന്നുള്ള വീട്ടുകാരുടെ അന്വേഷണം എത്തിയത് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലാണ്. മുഹമ്മദ് അലിയുമായി രൂപസാദൃശ്യമുള്ള ഒരാൾ അവിടെ നിന്ന് ചെന്നൈക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് എന്ന് വിവരം കിട്ടി. പോലീസിന്റെ സഹായത്തോടെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ രാത്രി 8 മണിക്ക് സ്റ്റേഷനിലെത്തി എന്ന് കണ്ടു. തുടർന്ന് 10:50-ന് പുറപ്പെടുന്ന ട്രെയിനിൻ്റെ അടുത്തേക്ക് മുഹമ്മദ് അലി പോകുന്നതും ദൃശ്യങ്ങളിൽ കാണാം. പോലീസും ബന്ധുക്കളും ചെന്നൈക്ക് തിരിച്ചു. എന്നാൽ ചെന്നൈയിൽ മുഹമ്മദ് അലി ട്രെയിൻ ഇറങ്ങിയിട്ടില്ല എന്ന് മനസ്സിലായി. പോലീസ് ഇതിനിടെ ഈറോഡ്, കോയമ്പത്തൂർ സ്റ്റേഷനുകളിലും അന്വേഷണം നടത്തിയെങ്കിലും അവിടെയും മുഹമ്മദ് അലി ഇറങ്ങിയിട്ടില്ല എന്ന് വ്യക്തം. അപ്പോഴേക്കും ആഴ്ചകൾ കടന്നുപോയി. ജൂലൈ 5-ന് തമിഴ്നാട് പോലീസിന്റെ സഹായത്തോടെ സേലം റെയിൽവേ സ്റ്റേഷനിൽ നടത്തിയ അന്വേഷണത്തിൽ CCTVയിൽ മുഹമ്മദ് അലിയുടെ ദൃശ്യം കണ്ടെത്തി. ട്രെയിൻ ഇറങ്ങി സ്റ്റേഷന് പുറത്തേക്ക് ഏതാണ്ട് 100 മീറ്ററോളം അദ്ദേഹം നടന്നു പോകുന്നത് ദൃശ്യങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന് ഭാര്യ പറയുന്നു. സ്റ്റേഷന് പുറത്തുള്ള ദൃശ്യങ്ങൾക്കായി ശ്രമിച്ചെങ്കിലും 1 മാസം മുൻപുള്ളതായിരുന്നതിനാൽ കിട്ടിയില്ല. അതോടെ അന്വേഷണം വഴിമുട്ടി. സാധാരണ ഒറ്റയ്ക്കൊന്നും അങ്ങനെ യാത്ര ചെയ്യുന്ന ആളല്ല മുഹമ്മദ് അലി എന്ന് ഭാര്യ പറയുന്നു. ശമ്പളം കിട്ടിയ ശേഷം കൊടുക്കേണ്ട തുകയൊക്കെ കൊടുത്തിട്ടുണ്ട്. 1500 രൂപ മാത്രമാണ് ATM കാർഡ് ഉപയോഗിച്ച് പിൻവലിച്ചിരിക്കുന്നത്. വെക്കേഷൻ കഴിഞ്ഞ് തിരികെ പോയപ്പോൾ കുട്ടികളെ പിരിയുന്നതിൽ കുറച്ച് വിഷമം ഉണ്ടായിരുന്നു എന്നല്ലാതെ കാര്യമായ വിഷമങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നും ഭാര്യ വ്യക്തമാക്കുന്നു. തമിഴ്നാട്ടിലെ മലയാളി അസോസിയേഷനുകൾ വഴിയും അന്വേഷിക്കുന്നുണ്ട്. എന്താണ് സംഭവിച്ചത് എന്നറിയില്ല എന്ന് ഭാര്യ പറയുന്നു. മുഹമ്മദ് അലിയെ കാണാതായിട്ട് 1.5 മാസമാകുന്നു. ആരോടും പറയാതെ സേലത്തിറങ്ങി ഇരുട്ടിലേക്കിറങ്ങി മുഹമ്മദ് അലി എവിടേക്കാണ് പോയത് എന്ന അന്വേഷണത്തിലാണ് ബന്ധുക്കളും ഭാര്യയും പോലീസുമൊക്കെ തന്നെ. ഇത്തരത്തിൽ ദുരൂഹ സാഹചര്യത്തിൽ കാണാതാകുന്നവരുടെ എണ്ണം സംസ്ഥാനത്ത് വർദ്ധിക്കുന്നു എന്നതിൻ്റെ മറ്റൊരു വാർത്ത കൂടിയാണ് ഈ മുഹമ്മദ് അലിയുടെ തിരോധാനവും.